കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് മിസ്രൈമിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ കൂട്ടിക്കൊണ്ടു വന്ന മിസ്രൈമിലെ ഇസ്രയേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ മോശയെക്കുറിച്ചാണ് പറയുന്നത്. മോശ കർത്താവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ, കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഈ മോശ ഒരു വലിയ ത്യാഗം ചെയ്താണ് ഇറങ്ങി തിരിച്ചത് എന്നാണ് നമ്മൾ വായിക്കേണ്ടതായിത്തീരുന്നത്. എന്താണ് ആ ത്യാഗം? ഫറവോൻ്റെ, മിസ്രൈമിലെ രാജാവിൻ്റെ ആ നിക്ഷേപമെല്ലാം ഈ മോശയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. മോശയ്ക്ക് വേണ്ടി മോശ വെറുതെ ഒരു ആട്ടിടയനായിട്ടാണ് ജീവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കരുത്. മോശ മിസ്രൈമിലെ ഫറവോൻ്റെ പുത്രിയുടെ മകൻ, അങ്ങനെ അനന്തരാവകാശിയായി, അടുത്ത കിരീടത്തിൻ്റെ അവകാശിയായി ജീവിച്ചു വരവെയാണ് ആ കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കാനിടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, ഈ മോശ വില കൊടുത്ത് കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതാണ്. അങ്ങനെ വില കൊടുത്ത് പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് പുറമെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അപ്പം മോശക്കറിയാം, ഇതിന് ഇറങ്ങി പുറപ്പെട്ടാൽ, കർത്താവിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നയാണ് വരുന്നത്, പരിഹാസമാണ് വരുന്നതൊക്കെ അറിയാമായിരുന്നിട്ടും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ആ മോശയ്ക്ക് മനസ്സ് തോന്നി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയാം, ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നത് മോശയെ വിളിച്ചതുപോലെ കർത്താവിന് വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നേക്കാം, ചിലപ്പോൾ നിന്ദകൾ വന്നേക്കാം, ദുഷിപ്പുകൾ നമുക്ക് കേൾക്കേണ്ടി വന്നേക്കാം. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് കർത്താവ് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടവരാണ് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഫറവോൻ ആ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് ആ മോശ വേണ്ടെന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ ഒത്തിരി ധനങ്ങളുണ്ട്, അടുത്ത കിരീടം കിട്ടും, അടുത്ത രാജാവായി വാഴാം. പക്ഷെ അതിനേക്കാളൊക്കെ കർത്താവ് നൽകുന്ന പ്രതിഫലം വലുതാണെന്ന് മോശ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ബഹുമാനങ്ങളെക്കാളും എല്ലാ ആദരവുകളെക്കാളും കർത്താവ് നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രതിഫലമുണ്ടല്ലോ, അത് ചെറുതല്ല, അത് വലിയത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം, കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കാം. കർത്താവ് നമ്മളെ ഇന്ന് പകലും അതിനുവേണ്ടി കർത്താവ് വിളിക്കുന്നു. നമുക്ക് ഹൃദയപൂർവ്വം യേശു കർത്താവിൻ്റെ പുറകെ ഇറങ്ങാൻ, കർത്താവിൻ്റെ കൂടെ നടക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വലിയൊരു പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, കർത്താവ് ഞങ്ങൾക്ക് ആ മോശ വിശ്വസിച്ചതുപോലെ കർത്താവിനെ വിശ്വസിക്കാൻ, ഞങ്ങൾക്കൊരു പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കാൻ, ഈ ലോകത്തിൽ നന്മയേക്കാൾ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം നല്ലത്, അനുഗ്രഹിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നല്ലോ. ഞങ്ങളതിന് നന്ദി പറയുന്നു. അതേ പാതയിൽ പിൻപറ്റാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്കും ആ മോശയെ പോലെ കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ പിന്നാലെ പുറപ്പെടാം, പ്രതിഫലം പ്രാപിക്കാം.